ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ വെർഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പേജിലും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. ഇവിടെ താഴെ നമുക്ക് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ഡേറ്റ് ഉള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഇതിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ റീസ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറേ സെറ്റിംഗ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ 2.5 GB ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ജസ്റ്റ് ഡൗൺലോഡ് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് സോഫ്റ്റ്വെയർ അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെർച്ച് ചെയ്താലും നിങ്ങൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.